ഹായ് ഫ്രണ്ട്സ്, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അമ്പലത്തിൽ പോയ വീഡിയോയും പിന്നെ കാവടിയാട്ടത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ എൻ്റെ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. ഞങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് അവിടെ തൊഴാൻ പോയ വീഡിയോ ആണ് കാണിക്കുന്നത്. അവിടെ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ആളൊന്നും തൊഴാനില്ല, 1-2 പേരൊക്കെ ഉള്ളൂ തൊഴാൻ. അപ്പം ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങി. എന്നിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുകയാണ്. ഇവിടെ തൊഴുതിട്ട് ഇനി പോകുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രത്തിൽ നവാഹം നടക്കുകയാണ്. അപ്പോൾ അവിടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി അവിടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ എത്താറായി. അപ്പം ലൈറ്റൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി മൊത്തം ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. ഞങ്ങളുടെ ഇതുവഴി അപ്പുറത്ത് ബാക്കി വശത്തുകൂടി പോയി അകത്ത് കയറാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ എളുപ്പം. അപ്പം ഇവിടെ റോഡെല്ലാം പോയി കിടക്കുവാണ് കിഴക്കേ സൈഡിൽ. അപ്പം ഞങ്ങൾ അതുവഴി പോയി അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ച് പോവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം അലങ്കരിച്ചിട്ടിരിക്കുവാണ്. മതിലെല്ലാം വേണ്ട ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പല കളറിലുള്ള ലൈറ്റുകളാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങളാണല്ലോ, എല്ലായിടത്തും ഉണ്ട് ഉത്സവം. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ വന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്കി വശമാണ്. അപ്പം ഇതുവഴി കയറാമെന്ന് വെച്ചാൽ ഇതാകുമ്പം നമുക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട് അകത്തേക്ക് തൊഴാൻ പോവാണ്. ഇവിടെയും ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് എല്ലാ ലൈറ്റുകളും സന്ധ്യയായപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നവാഹമാണ്, 9 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ രാവിലെ തൊട്ട് വായനയും പ്രഭാഷണവും പിന്നെ ഉച്ചഭക്ഷണമുണ്ട്. വൈകിട്ട് നാരങ്ങാവിളക്ക്, സർവീശ്വരി പൂജ, അങ്ങനെ ഓരോ വഴിപാട് ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് ഡാൻസ്, തിരുവാതിര, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ട് ചുറ്റുവിളക്കൊക്കെ കൊളുത്തുവാണ്. ദീപാരാധനയ്ക്ക് മുമ്പ് എല്ലാം കൊളുത്തി കഴിയണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി വിളക്കൊക്കെ കൊളുത്തുവാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇവിടെ ലൈറ്റുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ്, ചെടികളിലെല്ലാം നല്ല കളർ ലൈറ്റ് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. അമ്പലമെല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വിളക്കുകളും ഒക്കെ കൊളുത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമല്ലേ. അമ്പലത്തിലൊക്കെ പോയി കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാകുമല്ലോ. അപ്പം ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ ഒരു വണ്ടി മോനെ വീഡിയോ എടുത്തതാണ്. അതായത് യൂട്യൂബറുടെ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. അന്നേരം ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാമെന്നും കേട്ട് നിന്നപ്പം നാളെ കാവടിയാട്ടം, ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്ന് തൈപ്പൂയമല്ലേ. അപ്പം കാവടിയാട്ടം കാണാൻ കാവടിയാട്ടമാണ് വെള്ളിയാഴ്ച. അന്നേരം അവിടെ അമ്പലത്തിൽ തലേദിവസം ഗാനമേളയും തിരുവാതിരയൊക്കെ ഉണ്ട്. അപ്പോൾ പോയി ലൈറ്റൊക്കെ കാണാം, ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോവാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ആൽത്തറയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ പോവാണ്. ഇച്ചിരി 7 മണിയൊക്കെ ആകാറാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു രാത്രിയായില്ലേ, നമുക്ക് പോകണ്ട, വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പം ഇതൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് മോനെ. അപ്പം ഞങ്ങൾ പോയി അവിടെയൊക്കെ പോയി കുറച്ച് സമയം നിന്ന ലൈറ്റൊക്കെ കാണിച്ചേച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നു. അപ്പം ഇത് മുരുകൻ്റെ അമ്പലമാണ്. തൈപ്പൂയത്തിന് കാവടിയാട്ടത്തിനെല്ലാം ലൈറ്റെല്ലാം അലങ്കരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവാതിരകൾ കാണാനുള്ള ആൾക്കാരും പിന്നെ കാവടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ നേരത്തെ കാവടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അവിടെ കാവടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. റോഡെല്ലാം രണ്ട് സൈഡിലും ലൈറ്റൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്.
അത് ഈ ദോശയ്ക്കുള്ള സാമ്പാർ ഞാൻ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുക്കർ എന്തോ പണി പറ്റിച്ചിട്ടുണ്ട്. കുക്കർ കുറച്ച് ദിവസമായിട്ട് വിസിൽ അടിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് വ്യത്യാസം. ഇപ്പം ആവിയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്താണെന്നറിയത്തില്ല, ഇത് കേടാകുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് കാവടിയാട്ടമല്ലേ, അപ്പം കാവടി സദ്യയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. ചോറൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഞണ്ട് കറിയുണ്ട്, മീൻ കറിയുണ്ട്, മോരുണ്ട്, പിന്നെ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊന്നും വെക്കുന്നില്ല. അപ്പം ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടില്ല. അപ്പോൾ കുടിക്കുന്ന വെള്ളം ഗ്യാസിലങ്ങ് വെച്ചു. ഇപ്പോൾ കണ്ട കുക്കർ കുറച്ച് സമയം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അടുപ്പത്ത് വെച്ചതാണ്. ഒരു വിസിലടിച്ചു. ഒന്നുകൂടി അടിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. എനിക്ക് പേടിയാണ് അതിൻ്റെ വിസിൽ തെറിച്ച് പോകുന്നുണ്ടോ ഒരു ഇതുണ്ട്. അപ്പം ഗ്യാസിലേക്കൊക്കെ തെറിക്കുന്നുണ്ട്. മറ്റേ സാമ്പാറിൻ്റെ ഒന്നും വെച്ചാൽ ഇങ്ങനെ തെറിക്കത്തൊന്നുമില്ല. ഇപ്പോൾ എല്ലാം മൊത്തം അതിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പച്ചക്കുതിര അവിടെ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ആൾ വീട്ടിൽ അവിടെ വന്നിട്ട്, ഈ അടുക്കളയിൽ വന്നിട്ട് 3 ദിവസമായി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പം ദേഹത്തൊക്കെ പറഞ്ഞിരിക്കും, അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അപ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ പച്ചക്കുതിരയൊക്കെ വരുമ്പോൾ ദേഹത്തൊക്കെ ഇരിക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ വന്നിരിക്കുമ്പോൾ പറയുമല്ലോ പുത്തൻ കിട്ടാനാ എന്നൊക്കെ. പിന്നെ പണം വരുമെന്നൊക്കെ പറയില്ല. അപ്പോൾ ഇത് 3 ദിവസമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പണം വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പണമൊന്നും വരുന്നില്ല. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. പച്ചക്കുതിര വരുമ്പോഴേ സന്തോഷമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഡ്രസ്സിലൊക്കെ വന്നിരിക്കുമ്പോൾ പേടിയാണ്, ദേഹത്തൊക്കെ വന്നിരിക്കുമ്പോഴേ. പണ്ടൊക്കെയാണെങ്കിൽ ഡ്രസ്സിലൊക്കെ കയറിയിരിക്കാൻ നോക്കിയിരിക്കും, പുത്തൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാവടിയൊക്കെ കാണാനായിട്ട് പോയി. അപ്പം കാവടിയൊന്നും വന്നിട്ടില്ല. നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. കാവടി വരുമ്പോൾ കാത്തി നിൽക്കുകയാണ്. കാവടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാവടിയാട്ടത്തിൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് വരൂ. ഒരുപാട് ആളുകളുണ്ട്. കാവടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടം പോലെ, ഇവിടെ മൊത്തം ഒരുപാട് ആളുകളാകും. അപ്പം നിറയും. അപ്പോൾ കാവടിയൊക്കെ വന്നു തുടങ്ങി എല്ലാവരും. അപ്പം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.